ഗൈസ്, അപ്പോൾ നമ്മളുടെ ഇന്നത്തെ വീഡിയോ ഇങ്ങനെ എടുക്കണം എന്ന് വിചാരിച്ചല്ലേ, ഇത് കുറച്ച് അടിപൊളിയായിട്ട് എടുക്കണം എന്ന് വിചാരിച്ചായിരുന്നു ലോവേ, പക്ഷെ അത് ഇങ്ങനെ ആയിപ്പോയി. നെയ്റ്റ് വ്ലോഗ് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങൾ പക്ഷേ കുറച്ചൊരു ഇതുണ്ട്. ഇതാണ് ഇപ്പോൾ 12:40 ഗൈസ്, 12:40 12:40 ശരിക്കേ ഒരു 2 മണി 3 മണിയിലാവേ 2 മണി 3 മണി ആ ടൈമിൽ ഞങ്ങൾ എടുക്കാമെന്ന് വിചാരിച്ചത്. നോർമൽ അങ്ങനെ ആയിരുന്നു. പക്ഷെ ഇപ്പം എന്താ പറ്റി വെച്ചാൽ ഞങ്ങൾ ഹോം ടൂർ ഇട്ടതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചിങ്ങടൂനും ജലദോഷവും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നില്ല അവേ. അപ്പോൾ ഇപ്പോൾ പനി വന്നു ഗൈസ്. പനി വന്നിട്ട് പിന്നെയും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. നല്ല പനി. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് പിന്നെയും കാണിച്ചു. അപ്പോൾ എക്സ്ട്രാ അതിന് വെച്ചിട്ട് ആൻറ്റിബയോട്ടിക് മാത്രം തന്നു. പക്ഷേ ചിങ്ങടുവാണെന്നുണ്ടെങ്കിൽ മരുന്നും നേരെ കഴിക്കുന്നില്ല. നല്ലതാണ്, ഫുൾ ടൈം കരച്ചിൽ മാത്രമേ ഉള്ളൂ. പ്രാവശ്യത്ത് മാത്രമേ ഇരിക്കുള്ളൂ, ഞാനൊന്നും എടുത്താൽ വരികയില്ല. അങ്ങനെയാണ്. അപ്പം ഞങ്ങൾ എന്തായാലും ഇല്ലേ ഇപ്പോൾ വണ്ടീൻ്റെ അടുത്ത് പോയിട്ട് പോവാന്നും പറയുന്നത്. കാരണം ചിങ്ങടൂനും അത് ശീലമായി പുറത്ത് പോയിട്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഇന്ന് കുറച്ച് നേരത്തെ പോവാമെന്ന് വിചാരിച്ചു. ലോവേ ചിലപ്പോൾ ചിങ്ങടുവാണെന്നുണ്ടെങ്കിൽ ഇന്നലെ രാവിലെ 5 മണിയാകുമ്പോൾ ഇന്നലെ ഉറങ്ങി. പക്ഷെ എന്നിട്ട് നേരത്തെ എണീറ്റു. അതുകൊണ്ട് ഉറക്കം നേരെ കിട്ടിയില്ല, പനീൻ്റെ ഒരു ബുദ്ധിമുട്ടുള്ളതുകൊണ്ട്. അപ്പം എന്തായാലും അപ്പം എന്തായാലും പോയിട്ട് വന്ന് ചിലപ്പോൾ നേരത്തെ ഉറങ്ങണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ആയല്ലോ. അപ്പം അതുകൊണ്ട് ഞങ്ങൾ എന്തായാലും ഇറങ്ങാൻ നിൽക്കണം ഗൈസ്. അപ്പം ഞങ്ങൾ പോയിട്ട് ഞങ്ങൾ എങ്ങനെയാണ് ഞങ്ങൾ നെയ്റ്റ് ഇത്ര ഒരു വർഷമായിട്ട് കഴിഞ്ഞ് ഞങ്ങൾ കാണിച്ചു തരാമല്ലോ. അവ ഒരു വർഷം പോയതറിഞ്ഞില്ല, അനുഭവിക്കുന്ന അല്ല ഞങ്ങൾ മാത്രം, ഞങ്ങളെപ്പോലെ കുറേ പേരുണ്ടാവും കേട്ടോ അതേ സെയിം ഒരു സിറ്റുവേഷനിലോ അവേ. അപ്പോൾ ഞങ്ങളുടെ ഒരു ഇത് കാണിക്കുക, അത്രേ ഉള്ളൂ. പിന്നെ നെയ്റ്റ് ഇവിടുത്തെ ഒരു വ്യൂ കണ്ടിട്ടില്ലോ, പറ്റണില്ല. അതാണ് മെയിന്. ജനു നിൽക്കടാ ഒരു മിനിറ്റ് കേസ്. പിന്നെ ഇവിടെ നെയ്റ്റ് ഇങ്ങനെയാണ് കേട്ടാ. ലൈറ്റ് കാര്യങ്ങൾ, പോസ്റ്റ് ലൈറ്റും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് അത്യാവശ്യം വെളിച്ചവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ ഞങ്ങളിവിടെ ഇങ്ങനെ സിറ്റ് ഔട്ടിലൊക്കെ വന്ന് ഇങ്ങനെ ഇരിക്കും ലാവേ. പിന്നെ നല്ല ആക്റ്റീവ് ആണ്. പക്ഷെ ഇപ്പോൾ പിന്നെ മെയിൻ ജലദോഷത്തിന്റെ ഒരു ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ നമുക്കറിയാലോ. അപ്പോൾ ചിങ്ങനും ജലദോഷത്തിന് നല്ല പ്രശ്നമുണ്ട്. അതാണ് ഭാവിച്ച് ടവലും കൊണ്ട് നടക്കുന്നത്. ഹായ് പറ കുഞ്ഞോ, ഹായ് പറ. വയ്യ ഗൈസ് അല്ലേ, ഇപ്പോൾ ആള് ഹായ് തന്നിട്ടുണ്ടാവും. അപ്പം എന്തായാലും നമുക്ക് ഇറങ്ങാവേ ഗൈസ്. ഞങ്ങൾ മാത്രമേ ഉള്ളൂ കേട്ടോ റോഡിൽ ഈ സമയം അയക്കുന്നത്. ഏകദേശം ഒരു 10 മണി കഴിഞ്ഞാൽ പിന്നെ കൊറോണയ്ക്ക് ശേഷം വണ്ടികളൊന്നുമില്ലല്ലോ, ഫുൾ കാലിയായിരിക്കും കേട്ടോ. അപ്പം ഈ സമയത്തിന് പ്രത്യേകിച്ച് പറയാനുണ്ട, എപ്പോഴെങ്കിലും ഒരു വണ്ടി വന്നു അല്ലേ അവേ. അപ്പം ഞങ്ങളെന്നും പറളിന്നാണ് മറ്റേ ചായ കുടിക്കാറ്. പിന്നെ ഇടയ്ക്ക് KSRTC സ്റ്റാൻഡിൽ, ടൗണിൽ KSRTC സ്റ്റാൻഡിൽ അവിടെ പോയിട്ട് കുടിക്കാൻ തുടങ്ങി. അപ്പോൾ ഇപ്പോൾ പോണത് സ്റ്റാൻഡിൻ്റെ അവിടേക്കാണ്. അപ്പോൾ എന്തായാലും ചിങ്ങടു പാല് കുടിച്ചിട്ട് ഉറങ്ങിക്കൊണ്ടിരിക്കുകയല്ലോ. ഇപ്പോൾ ഉറങ്ങുമോ എണീക്കുന്നൊന്നും അറിയില്ല. അപ്പോൾ നേരെ നമുക്കിനി KSRTC വിടാം ഗൈസ്. അങ്ങനെ നമ്മുടെ പാലക്കാട് KSRTC സ്റ്റാൻഡിലെത്തി. ഇവിടെ വാവച്ചിക്ക് ചായ വേണ്ടാന്ന് പറഞ്ഞു. വാവച്ചിക്ക് ജ്യൂസ് മതി പറഞ്ഞു. അപ്പോൾ ഇവിടെ ജ്യൂസ് കിട്ടില്ല. അപ്പോൾ ഞാനും ജിനിലും ഇവിടെ നിന്ന് ചായ കുടിച്ചിട്ട് വാവച്ചിക്ക് അപ്പുറത്ത് ഒരു ജ്യൂസ് വളരെ നോക്കിയെന്ന് വിചാരിച്ചിട്ടാണ്. അതല്ലോ കറുപ്പുള്ളത് വെച്ചിട്ട് അപ്പോൾ ചായ പറഞ്ഞിട്ട് കേട്ടോ. വാവച്ചി വണ്ടിയിലാണ്, ചിങ്ങടും ഉറങ്ങി. ഇപ്പോൾ ചായ കുടിച്ചിട്ട് വാവച്ചിക്ക് ജ്യൂസ് കുടിക്കാൻ പോവാം ഗൈസ്. ചായ വന്നു, ചായയില്ല ഹോർലിക്സും ബൂസ്റ്റും. ചായ എന്നോട്ടൊന്ന് ബൂസ്റ്റ് ചെയ്തു, പക്ഷെ ബൂസ്റ്റ് വന്നതെന്ന് ഓർമ്മയില്ല. അല്ലെങ്കിൽ വാവച്ചി ജ്യൂസ് അങ്ങനെ കുടിക്കാറില്ല, ചായയാണ് പറയാറ്. പക്ഷെ വാവച്ചിക്ക് ജ്യൂസ് മതി വന്നു. അപ്പോൾ എന്തായാലും ഇന്നിപ്പോൾ കഴിഞ്ഞിട്ട് ജ്യൂസ് കുടിക്കാൻ പോവാം ഗൈസ്. അങ്ങനെ ചായ അവിടെ നിന്ന് കുടിച്ച് കഴിഞ്ഞിട്ടില്ലേ ജ്യൂസ് കുടിക്കുന്ന സ്പോട്ടിലെത്തിയിട്ടാ. വാവച്ചിക്ക് നാരങ്ങ സോഡയാണ് അത്ര വേണ്ടത്. 1:30. നമ്മളവിടെ നിന്ന് സമയം നോക്കുമ്പോൾ 12:45 അല്ലേ സമയം കണ്ട 1:21 ഇത്രയായി സമയം. അപ്പോൾ ഇനി ഇവിടെ നിന്ന് വാവച്ചിക്ക് നാരങ്ങ സോഡ എല്ലാവിടെയും ഇപ്പോൾ പോണ സമയത്ത് നാരങ്ങ സോഡ കിട്ടില്ല, എവിടെ നിന്ന് എങ്കിലും കിട്ടാറുള്ളൂ ഇല്ലാവേ. എന്നിട്ട് വാവച്ചി ലൈമിലേക്ക് ചേഞ്ചായി. പിന്നെ ലൈമും പറ്റണില്ല. ലാസ്റ്റ് ഇവിടെ നാരങ്ങ സോഡ ഉണ്ട് പറഞ്ഞു. നാരങ്ങ സോഡ പറഞ്ഞിട്ടുണ്ട്. ജനിലാണ്ട പോയിരിക്കുന്നത്. ചിങ്ങടു ഉറക്കത്തിലാണ്. പക്ഷെ ആള് തിക്കുമുട്ട, അതായത് ഈ കഫം ഉള്ളത് കൊണ്ട് തിക്കുമുട്ടില്ല. ഞങ്ങൾ മാക്സിമം തുപ്പാൻ അറിയില്ലല്ലോ.
ഞങ്ങൾ മാക്സിമം ഇല്ലേ വരുന്ന സമയത്ത് എല്ലാം എടുത്ത് കളയാറുണ്ട്, മൂക്കുതിച്ച് കൊടുക്കാറുണ്ട്. പക്ഷെ എന്നാലും ഉള്ളിൽ കുറേ ഉണ്ടാവില്ലല്ലോ അവ. അപ്പം അതുകൊണ്ട് തന്നെ അത് തിക്കുമുട്ടുള്ളതുകൊണ്ട് ആൾക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. ഫസ്റ്റ് കാണിച്ചപ്പോൾ ജലദോഷവും ചുമയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഡോക്ടർ പറഞ്ഞു കുഴപ്പമില്ലാന്ന്. പിന്നെ പെട്ടെന്ന് അങ്ങോട്ട് പനിയുണ്ട്, നല്ല ചൂടിൽ വന്നു അല്ലേ, ആദ്യമായിട്ട് ഇങ്ങനെ വരുന്നത്. അപ്പോൾ ജെല്ലി വന്ന് എത്തി നോക്കിയിട്ട് ഓടിയത്, ജെല്ലെന്തര എത്തി നോക്കിയിട്ട് ഓടിയത്. ചിക്കൻ നാരങ്ങ സോഡ കുടിച്ചു. എനിക്ക് വേണ്ട, അല്ലെങ്കിൽ എനിക്കാണ് നല്ല തണുത്തതേം കുടിക്കാൻ തോന്നുക. എന്നിപ്പോൾ തോന്നുന്നില്ല. എന്താ വേറെയും കുടിക്കുന്ന എക്സ്പ്രഷൻ ആണല്ലോ. അല്ല ഞാൻ ഉദ്ദേശിച്ച കഞ്ചോളൂ ആവശ്യം വേറെ എന്തെങ്കിലും വിചാരിക്കണ്ട. അപ്പോൾ എന്താണ് ചിങ്ങടൂൻ്റെ ഒന്ന് മാറിക്കിട്ടിയ അടിപൊളിയായിരുന്നു. കാരണം ചിങ്ങടു ഇങ്ങനെ ആക്റ്റീവ് അല്ലാതെ ഇരിക്കുന്ന സമയത്ത് അല്ലേ ഒരു എന്താ പറയുക, നമുക്കും ഒരു മൂഡ് ഓഫ് ആണ്. സെറ്റായി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുഴപ്പമില്ലാന്ന് വിചാരിക്കുന്നുണ്ട്. ഓക്കെ ആവും വിചാരിക്കും. ഒന്ന് ഉറങ്ങിക്കഴിഞ്ഞ് ഞങ്ങൾ മരുന്നൊക്കെ കൊടുത്തു കേട്ടോ. വീട്ടിൽ നിന്ന് വരുന്നതിന് മുമ്പ് ചിങ്ങടൂന് ഫുഡ് നേരെ കഴിക്കുന്നില്ല ആള്. അത് കുഴപ്പമില്ല, എടുത്ത് ഒപ്പിക്കണം. ഫുഡ് കുറച്ചേ കഴിക്കണുള്ളൂ. അപ്പോൾ കഴിച്ചിട്ട് ഞങ്ങൾ കുറച്ച് മരുന്ന് കൊടുത്തുല്ലോ അവ. എന്നിട്ടാണ് ഞങ്ങൾ വന്നത്. ഇനിയിപ്പോൾ ഒന്ന് ഉറങ്ങി കിട്ടിയ അടിപൊളിയായി. ഇനി നേരെ എനിക്ക് വെച്ചിരുന്നു. എനിക്ക് വേണ്ട, കുടിച്ചോ. നിങ്ങളിപ്പോൾ ഈ ഒരു വീട്ടിൽ കാണില്ല, ഇതേപോലെ ഡെയിലി 1 വർഷം ഇത് ഈ ചായ കുടിക്കാൻ വരുന്നത് 1 വർഷമായിട്ടല്ല, അത് കുറച്ചായിട്ട് തുടങ്ങിയിട്ടുള്ളൂ. പക്ഷേ എന്താണ് ഈ ഒരു എണീറ്റിരിക്കലുണ്ടല്ലോ, അതൊരു വർഷമായി. ഞങ്ങളുടെ അടുത്ത് ആരെങ്കിലും വന്ന് സംസാരിക്കുന്ന സമയത്ത് അവർ പറയും ശരിയായില്ലേ ചോദിക്കും. അപ്പം ഞങ്ങളും വിചാരിക്കും അവരുടെയൊക്കെ ഒരു 3 മാസം 4 മാസത്തിലൊക്കെ ശരിയാവണവരുണ്ടല്ലോ അവ. ഞങ്ങളുടെ വശത്തിലേക്ക് ശരിയല്ല ഗൈസ്. അപ്പം അതുകൊണ്ട് തന്നെ മൊത്തത്തിൽ അതെ അടുത്ത കുറച്ച് വേണ്ട ചിങ്ങട് വേണ്ട പാവം. വായി തുറന്ന് കിടക്കണ ഇടയ്ക്ക് ഇങ്ങനെ ചുമക്കുന്ന സമയത്ത് എണീക്കും. അപ്പൊ ആൾക്ക് നല്ല തിക്കുമുട്ടലില് കഫം വന്നിട്ട് വെച്ചോ നിക്കണില്ല. അല്ലെങ്കിൽ എൻ്റെ അടുത്ത് കുറച്ചെങ്കിലും നിൽക്കാറുണ്ട്. ഇപ്പം എൻ്റെ അടുത്ത് നിൽക്കുന്നില്ല കേസ്. പനി വന്നതിന് ശേഷം എന്താണ് അമ്മ എന്ന് മാത്രമേ ഉള്ളൂ. വായിച്ചിൻ്റെ അടുത്ത് ഇരിക്കുമ്പോൾ അങ്ങനെ കുറച്ച് കുഴപ്പമില്ലാണ്ട് കരച്ചിലില്ലാണ്ട് ഇരിക്കുന്നുണ്ട്. അപ്പം ഞങ്ങൾ കരയിപ്പിക്കണ്ട എന്നുള്ളൊരിത് ഉണ്ട്. അത് ഓരോ എന്താ പറയുക, ഓരോ ടൈമിൽ ഒരു ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. ചിലപ്പോൾ കുറച്ചുകൂടെ ആയി കഴിഞ്ഞാൽ വായിച്ചു വേണ്ടാന്നായിരിക്കും. ഞങ്ങൾ രണ്ടേരും വെച്ച് കൂടുതലും ഒരു ദിവസം കൂടുതലായിട്ട് വിളിക്കുന്ന മാമാന്നാണ്. ഇവനെന്താ എങ്ങനെ കുട്ടിക്ക് എന്താ പറയാ, അതായത് ആദ്യമായിട്ട് കുട്ടി ഇങ്ങനെ കണ്ണു എന്തിനാ ലവ് ആയത്? അല്ല പൊതുവെ അല്ലേ ചിങ്കിടുവാണെന്നുണ്ടെങ്കിൽ ഞാന് അമ്മ വാവിച്ച് നൈസ് ചുമ വന്നണ്ട എന്തോ ഭാഗ്യം അങ്ങനെ പോയി. ഇല്ല തന്നെ ഇപ്പൊ ചുമച്ചില്ല, തിക്ക് മുട്ടിട്ട് മൂള് പാവം. ഇങ്ങനെ കാണുമ്പോ എന്തോ പോലെ ആക്ടിവേറ്റ് ചെയ്തിട്ട്. അല്ല ഞാൻ പറഞ്ഞത് ഞാന് അമ്മ വാവിച്ചു. ഞങ്ങളുടെ 3 അടുത്ത് അല്ലാണ്ട് വേറെ അടുത്ത് നിൽക്കില്ല. പിന്നെ അത് അമ്മന്റെ അടുത്തും കുറഞ്ഞിട്ട് എന്റെ അടുത്തും വാവിച്ചെടുത്തും മാത്രമേ. അതായത് വീട്ടിലേക്ക് പോയല്ലോ, കണ്ടിന്യൂസ് ആയിട്ട് ഇവിടെ 6 മാസം ഉണ്ടായിരുന്നപ്പോ അമ്മന്റെ അടുത്ത് നിൽക്കും. പിന്നെ വേറൊരു സംഭവം ഉണ്ട്, അതൊക്കെ ഞങ്ങൾ വഴിയെ പറഞ്ഞുതരാം. ചിങ്കുവിന്റെ കുറെ മാറ്റങ്ങൾ ഉണ്ടല്ലോ. പിന്നെ ഇപ്പൊ ജനു കുറച്ച് ദിവസം ഇരിക്കാൻ പറഞ്ഞാൽ ജനുവിന്റെ അടുത്ത് സെറ്റ് ആവും. പിന്നെ മാമാവും പോയാലും മാമാവുണ്ട്. ആദ്യം ഡാടാന്നൊക്കെയാണ് മാക്സിമം വായിൽ വിളിക്കുക. ജനു എങ്ങനെ കുട്ടിനെ എങ്ങനെ മൈക്കെടുത്തോന്ന് അറിയില്ല.
ഏത് നേരം ഇതൊക്കെ എന്ത് മാമ മാമ വിളിക്കും. ഇപ്പൊ ഡാ വിളിക്കും. ജല്ലേ ജല്ലേ. അത് പറഞ്ഞ വിശ്വസിക്കില്ല കേട്ടാ. കറക്റ്റ് ഞാനില്ലേ, ഞാൻ ഉള്ളിൽ നിന്നിട്ട് അവൻ പുറത്തു പോയപ്പോ ജനിലേ വിളിച്ചാണ്. അതേപോലെ സൂപ്പർ കറക്റ്റിലെ അവൻ ഒരു മാറ്റമില്ല, കറക്റ്റ് നമ്മളെങ്ങനെ വിളിക്കുന്നത് അതുപോലെ വിളിക്കുന്നുണ്ട്. അത് ഞങ്ങൾക്ക് എന്തോ ഒരു പെട്ടെന്നൊരു അതിശയം. ഓരോരോ സംഭവങ്ങളൊക്കെ ഞങ്ങള് പറഞ്ഞു കൊടുത്ത അവൾക്ക് കിട്ടണതൊക്കെ മാക്സിമം പറയാറുണ്ട്. അതെ, പക്ഷെ ഞങ്ങൾക്ക് അതൊന്നും വീഡിയോ ആക്കാനൊന്നും പറ്റിയില്ല. ഞങ്ങളില്ല. അത് വേണമെന്നുണ്ടെങ്കിൽ ചിങ്കട് ഒരു ദിവസം എന്തൊക്കെ വേർഡാണ് പറയുന്നത് വേണമെന്നുണ്ടെങ്കിൽ ഞങ്ങളൊരു വീഡിയോ ഒക്കെ അല്ലേ, അതായത് ഒരു 24 hours എന്തൊക്കെയാണ് വരുന്നത് എന്നുള്ളത് അങ്ങനെ ഒരു വീഡിയോ ഞങ്ങൾ സെപ്പറേറ്റ് ചെയ്യാം. അപ്പോൾ മാക്സിമം എപ്പോ 1 വയസ്സാവണേന് കൊറേ മുന്നൊക്കെ അവള് എല്ലാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതെ, നമ്മൾ ഓരോന്ന് പറഞ്ഞു കൊടുക്കുമ്പോ ഞങ്ങള് വീഡിയോ എന്നുള്ളതൊക്കെ ഫസ്റ്റ് വിളിച്ചു. അമ്മ തന്നെ ഫസ്റ്റ് വിളിച്ചത്. അത് എനിക്കുണ്ടായിരുന്ന ഒരു സങ്കടം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് അമ്മാന്ന് വിളിയൊക്കെ വന്നു, ഡാഡാന്ന് മാത്രം വിളിക്കുന്നില്ല ഗൈസ്. അപ്പം നല്ല സങ്കടം. അപ്പോൾ ആവശ്യം പറഞ്ഞു എന്താണ് വേറെ ഈ പപ്പയൊക്കെ ആണെന്നുണ്ടെങ്കിൽ എന്താണ് വിളിക്കാൻ ഈസിയാണ് ഇല്ലേ. അതെന്താ വെച്ചാ ഈ പാപ്പ അങ്ങനത്തെ കൊടുക്കണോണ്ടായിരിക്കും പക്ഷെ എനിക്ക് എൻ്റെ ഒരു ഇതിൽ എനിക്ക് ഡാഡാന്നുള്ളൊരു വിളി മതി പറഞ്ഞിട്ട് ലാസ്റ്റ് ഡാഡാന്ന് വിളിച്ചൊരു വിളിയില്. പക്ഷെ അതൊന്നും വീഡിയോ ഇല്ല, ഞങ്ങൾക്ക് വീഡിയോ എടുക്കാം. അതായത് ഫസ്റ്റ് അമ്മ, പിന്നെ എന്താണ് ഡാഡാ വിളിച്ചു, പിന്നെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് പെട്ടെന്ന് ആള് ക്യാച്ച് ചെയ്യില്ല. അതായത് അക്ഷരം തെറ്റില്ല, നമ്മൾ പറയുമ്പോൾ കറക്റ്റ് അതുപോലെ തന്നെ നമുക്ക് ഫീൽ ചെയ്യില്ലേ. അപ്പൊ എന്തായാലും ഞങ്ങൾ ആ ഒരു ദിവസം അതൊരു വീഡിയോ ആക്കാം. അപ്പൊ നിങ്ങൾക്ക് എന്തായാലും കേൾക്കുന്ന സമയത്ത് മനസ്സിലാവും. വാച്ച് കുടിച്ച് കഴിഞ്ഞു കേട്ടാ. വാച്ചില്ല ഇടയിൽ ഞാനും കുടിച്ചിട്ടുണ്ടായിരുന്നു. അത് ചിങ്ങടൂന് വയ്യാത്തതുകൊണ്ട് തന്നെ ഞങ്ങൾക്കൊരു മൂഡ് ഓഫ്. അല്ലെങ്കിൽ ഞങ്ങളില്ലേ 2:30 ആകുമ്പോൾ ഇവിടേക്ക് വരിക. ചിങ്ങട് ഈ സമയത്തൊക്കെ വീട്ടിൽ കളിക്കലും കാര്യങ്ങളും ഫുഡ് കഴിക്കലൊക്കെ ആയിരിക്കുമല്ലോ. അതാ വാച്ചിക്ക് ഉറക്കം വന്നു. ഇനിയിപ്പോൾ ചിങ്ങട് ഇങ്ങനെ പോയിട്ട് ഉറങ്ങിയ അങ്ങനെ എന്തായാലും നമുക്ക് നോക്കാം. ഞങ്ങൾ ചായ കുടിച്ച് വന്നു കേട്ടാ. ചിങ്ങട് വണ്ടിയിൽ നിന്ന് ഉറങ്ങി. ഇവിടെ എത്തിയപ്പോൾ പിന്നെയും ഉറക്കമൊക്കെ പോയി. നല്ല പനിയുണ്ട്. അപ്പോൾ കുറേ നേരം ഞങ്ങൾ ഫുഡ് അപ്പോഴേ കൊടുത്തു. അപ്പോഴേ കുറച്ച് കഴിച്ചില്ല. അവൻ നേരെ കഴിച്ചില്ല, കുറച്ച് കഴിച്ചുള്ളൂ. ഇപ്പം ഞാൻ മറ്റേ പുഴുങ്ങിയ മുട്ട കണ്ടപ്പോൾ വേണം പറഞ്ഞു. പിന്നെ അത് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് കഴിക്കണുള്ളൂ, എന്നാലും കുഴപ്പമില്ല. കഴിക്കാണ്ട് ഇരുന്ന് കഴിഞ്ഞാൽ ആൾ നല്ല ടയേർഡാവും. ഇടാ മുട്ട പോകണില്ല. ഞങ്ങളിടയിലില്ലേ മറ്റേ തോർത്തിൽ വെള്ളം നനച്ചിട്ട് അങ്ങനെ പിടിച്ചിട്ടൊന്ന് തോർത്തിൽ വെള്ളം നനച്ചിട്ടൊക്കെ നോക്കി ഇടയ്ക്കിടയ്ക്ക് വെച്ച് കൊടുത്തു, ഒന്ന് തണുപ്പ് ബോഡി ഒന്ന് തണുപ്പാകാൻ വേണ്ടിയിട്ടേ. പക്ഷെ അത് തണുപ്പ് നമുക്കറിയില്ല. പനി വരുന്ന സമയത്ത് തണുപ്പ് ഇങ്ങനെ വയ്ക്കുമ്പോൾ നമുക്ക് തല്ലി കിട്ടുന്ന പോലെ വേദന ഉണ്ടാവില്ലോ. തീരെ വയ്യ, അല്ല ടയേർഡായി. കുറച്ച് ഇറങ്ങിയില്ല, ഒരു 2 മണിക്കൂർ ഇറങ്ങിയിട്ടുണ്ടാവോ. എന്താ ഉറങ്ങിയിട്ടുണ്ടോ, നല്ല ക്ഷീണിച്ചു. ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് വന്നിരിക്കണ്ട. ഇപ്പോൾ ഡോക്ടർ വന്നിട്ടില്ലല്ലോ. അവൻ ഇങ്ങോട്ട് വണ്ടിയിൽ വരുമ്പോൾ ഉറങ്ങുന്നുണ്ട്. അപ്പോൾ ഇപ്പം നല്ല ഉറക്കത്തിലാണ്. ഇടയ്ക്ക് എനിക്കും കഫ് അങ്ങനെ അടയ്ക്കുന്ന പോലെ ആയിട്ട് ചുമച്ചിട്ട് എനിക്കും. ഇപ്പം ഇന്ന് നല്ല ഉറക്കമുണ്ട്. പിന്നെ അമ്മനെയും വിളിച്ചു. ജനില് നല്ല ഉറക്കമാണ്, കാരണം ഉറക്കമില്ല. ഞങ്ങൾ ഉറങ്ങാത്തതുകൊണ്ട് അവനും പിന്നെ ഞങ്ങളൊപ്പം തന്നെ ഇരിക്കണം, ഉറക്കമില്ല. ഇപ്പോൾ 2-3 പ്രാവശ്യം നോക്കി, ഡോക്ടർ വന്നിട്ടില്ല. ഇപ്പോൾ തന്നെ 10:45, 11 മണി പറഞ്ഞു. എനിക്ക് ഒന്നുകൂടെ പോയി നോക്കിയിട്ട് വരണം. ഇതുപോലെ എനിക്ക് ഇടയ്ക്ക് കഫം നിന്നിട്ട് ഛർദ്ദിക്കാൻ വേണ്ടിയിട്ട് എനിക്കില്ലോ. നല്ല തിക്കുമുട്ടലാണ്. വണ്ടിയിലാണ് ഇങ്ങനെ ഉറങ്ങുന്നത്. അതെ, വണ്ടിയിലിരിക്കുമ്പോൾ മാത്രമേ ഉറക്കമുള്ളൂ. വീട്ടിൽ തീരെ ഉറക്കമില്ല. പിന്നെ അതിനെ കുറച്ച് നേരം വണ്ടിയിലാണ് ഇരിക്കട്ടെ ഉണ്ട്. അത് കൂടുതൽ പുറത്തിറങ്ങിയിട്ട് തോന്നുന്നല്ലോ. പിന്നെ വണ്ടിയിൽ നമ്മൾ പോണ സമയത്താണെങ്കിലും
ഇവരിങ്ങനെ ആട്ടം ഉണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട് വേണമെങ്കിൽ അതല്ല വണ്ടിയിൽ നമുക്ക് കൈ തന്നെ ഇരിക്കുമല്ലോ, ബെഡിലാവുമ്പോൾ അവൾ ഒറ്റയ്ക്ക് കിടത്തുമ്പോണ്ട് അതുകൊണ്ടായിരിക്കും. അപ്പം എന്തായാലും ഒന്ന് പോയി നോക്കിയിട്ട് എക്സ്ട്രാ കമ്പി ഫിറ്റ് ചെയ്യേണ്ടി വരും എൻ്റെ കയ്യിൽ. അതായത് പനി വന്നതിന് ശേഷം ചിങ്കിട് പിന്നെ പറയാനടുത്തും വന്നിട്ടില്ല. വായിച്ചെടുത്ത് തന്നെ ആയതുകൊണ്ട് വായിച്ച് കൈ അടച്ചല് ഇല്ലാവേ. പിന്നെ ഉറക്കവും ഇല്ല. കണ്ണ് എന്തൊക്കെ വരാൻ കിടക്കണേ. കണ്ണ് കണ്ടോ വായിച്ചിട്ടുണ്ട് എവിടെ. അങ്ങനെ ചിങ്കിടൂരിൽ അഡ്മിറ്റ് ആക്കി ഹോസ്പിറ്റലിൽ. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ബ്ലഡ് ടെസ്റ്റും പിന്നെ അതുപോലെ തന്നെ എക്സ്റേയും കാര്യങ്ങളൊക്കെ എടുക്കുന്നത്. ഞാൻ കഫ് നോക്കാൻ വേണ്ടി എക്സ്റേ എടുത്തു. പിന്നെ ബ്ലഡ് കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ബ്ലഡ് ടെസ്റ്റ് കിട്ടിയിട്ടില്ല, എക്സ്റേൻ്റെ റിസൾട്ട് കിട്ടി. അത് നോക്കിയിട്ട് ഇനിയിപ്പോൾ എന്താണെന്ന് പറയുള്ളൂ. എന്നിട്ട് ഞങ്ങൾ റൂമിൽ വന്നിട്ടാണ്. കോപ്പറേറ്റീവ് ഹോസ്പിറ്റലാണ്. അപ്പോൾ അവരിപ്പോൾ തൊട്ട് ഇപ്പുറത്ത് തന്നെ കുട്ടികൾക്കും മറ്റേ എന്താണ് ഡെലിവറിക്കുള്ളത് വേണ്ടിയിട്ട് വേറെ ബിൽഡിങ് എടുത്തിട്ടുണ്ട് അവർ. അപ്പോൾ അവിടെയാണ്. അപ്പോൾ ഞങ്ങളുടെ റൂം എടുത്തി ഇനിയിപ്പോൾ സാധനങ്ങളൊക്കെ എടുക്കാൻ വീട്ടിൽ പോകണം കേട്ടോ. ഇതാ ചിങ്കിടൂന് ഇപ്പം എന്താ മറ്റേ പേര് എന്തോ പേര് പറഞ്ഞു ഗൈസ്. ആ സംഭവം വെച്ചപ്പോൾ ഒന്ന് ആൾക്ക് കുറച്ചൊന്ന് സമാധാനമായി. കുറച്ചൊന്ന് അടിച്ചു നിൽക്കാനൊക്കെ തോന്നുന്നത് തല്ലാൻ തുടങ്ങിയിട്ടുണ്ട്. ഹായ് പറഞ്ഞു ചിങ്കു പാപ്പ. നൈസ് ഇപ്പോൾ ഉഷാറായത്. അല്ലെങ്കിൽ പൊന്തില്ല, വാശി മേൽത്തന്നെ കിടത്തുമായിരുന്നു. വാശിക്കാനുണ്ടെങ്കിൽ കൈ കടിച്ചിലും എത്രയും നേരം എടുക്കുമ്പോൾ വേറെ ആരുടെ നിൽക്കണമില്ല. പിന്നെ ഇത് അമ്മയുണ്ട് ചിങ്ങന്. ഇനിയിപ്പോൾ ഒന്നും ഉഷാറായി. ഇനി ഫുഡ് എങ്ങനെയെങ്കിലും കൊടുക്കണം, കാരണം ഫുഡ് നേരെ കഴിച്ചിട്ടില്ല. നോക്ക് നോക്ക് കാക്കി അവിടെ കാക്കി. അപ്പോൾ ചിങ്ങടിന്നില്ലേ, ചിങ്ങട് ഉറങ്ങിയിട്ടാണ്. അപ്പോൾ എന്താണ് ചിങ്ങടിന് സപ്പോസിറ്റർ അങ്ങനെ എന്തോന്ന് പേര്, അത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആൾ കുറച്ചൊന്ന് ചൂടൊന്ന് കുറഞ്ഞു, കുറച്ചൊന്ന് കമ്മിയായപ്പോൾ ആളങ്ങനെ ഉറങ്ങി. തീരെ ഉറങ്ങിയിട്ടില്ല ഇന്നലെ ഒന്നും. ഇപ്പോൾ എന്താണ് ആ ഉറങ്ങിയ ഗ്യാപ്പിൽ അവർ പറയാനുള്ളത് അപ്പോൾ ട്രിപ്പ് ഇട്ടിരിക്കേണ്ട. അപ്പോൾ അങ്ങനെ ഉറങ്ങുന്നുണ്ട്. ഇപ്പോൾ എണീറ്റ് ചെയ്യുന്ന സീനാണ്, കാരണം അത് പിടിച്ചു വലിക്കാൻ വേണ്ടി കുറേ നോക്കി. അപ്പോൾ എന്തായാലും നോക്കി ഇനിയിപ്പോൾ ട്രിപ്പ് കിട്ടിയ ആളൊന്നും എനിക്കൊന്ന് ഉഷാറാവും വിചാരിക്കണം.